2026 ഈസ് ഗോണ ബി എ ഹ്യൂജ് ഇയർ. ഈ വർഷം നമുക്ക് എൻ്റർടൈൻമെൻറ്റ് മേഖലയിൽ ഇല്ലാത്ത പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് പറയാം. നമുക്ക് അത്രത്തോളം പ്രതീക്ഷയുള്ള വലിയ വലിയ കുറേ സിനിമകളും സീരീസുകളും ഇപ്പോൾ ഗെയിമിംഗ് ഇൻഡസ്ട്രി എടുത്താൽ നമുക്ക് GTA 6 വരെ ഇറങ്ങുന്ന ഒരു വർഷമാണ്. നമ്മുടെ വൂൾവറിൻ്റെ ഗെയിമും ഡെഡിക്കേറ്റഡ് ആയിട്ട് മറ്റേ ജെയിംസ് ബോണ്ടിൻ്റെ ഗെയിമും ഒരുപാട് ഇങ്ങനത്തെ കുറേ നല്ല ഗെയിമുകളും ദെൻ ഇപ്പോൾ സ്പോർട്സ് എടുത്താൽ നമുക്ക് ഓൾറെഡി ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്, ഫുട്ബോൾ വേൾഡ് കപ്പ് കാണുന്നൊരു വർഷമാണ്. ഇങ്ങനെ പാക്ഡ് ആയിട്ടുള്ള ഒരു ഗംഭീര വർഷമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. സോ ഈ വർഷത്തിൽ ഒരുപാട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കുറച്ച് സിനിമകളെ പറ്റിയിട്ടാണ് ഈ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട്, സീരീസിനെ പറ്റി സെപ്പറേറ്റ് ആയിട്ട് അടുത്ത വീഡിയോയിൽ വേറെ ചെയ്യാം, കാരണം അതും ഒരുപാടുണ്ടെന്ന് തോന്നി. സോ സിനിമകളിൽ എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. എനിക്ക് പ്രതീക്ഷയുള്ള ഫസ്റ്റ് ഡേ തന്നെ തിയേറ്ററിൽ പോയി കാണണം എന്ന് ആഗ്രഹമുള്ള കുറച്ച് സിനിമകളെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോ. നമുക്ക് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് മലയാളത്തിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. മലയാളത്തിലെ ആദ്യത്തെ സിനിമ, എൻ്റെ ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമ ഇപ്പോൾ റിലീസിന് പുറത്തിറങ്ങിയിരിക്കുന്ന ദൃശ്യം 3. നമ്മുടെ April 2 എന്താണ് റിലീസ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ വാഴ 2 ആയിട്ടാണ് ക്ലാഷ്. ഈ സിനിമയുടെ പ്രതീക്ഷ അല്ലെങ്കിൽ ഹൈപ്പ്, ഇപ്പോൾ ഡയറക്ടർ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അധികം ഹൈപ്പൊന്നും കൊടുക്കേണ്ട, അതൊരു ഫാമിലി പടമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ശരിയാണ്, ഫാമിലി പടമാണ്. പക്ഷെ നമുക്കറിയാം എന്താണ് ഈ ഒരു ദൃശ്യം ഫ്രാഞ്ചൈസികളിലെ ആദ്യത്തെ 2 സിനിമകളിലെ പോക്ക്. അതുകൊണ്ട് തന്നെ ദൃശ്യം 3ക്ക് കിട്ടാൻ പോകുന്ന ഹൈപ്പ് എന്താണെന്ന് നമുക്ക് അറിയാം. ചില്ലറായിരിക്കില്ല. നമുക്ക് ഓൾറെഡി സെക്കൻഡ് പാർട്ട് നമുക്ക് തിയേറ്ററിൽ മിസ്സായതാണ്. OTTയിലാണ് നമ്മളെല്ലാവരും കണ്ടത് ആ ഒരു കോവിഡ് ടൈമിൽ. അതൊരു ഗ്രാൻഡ് സക്സസ് ആയിരുന്നു. അതൊക്കെ തിയേറ്ററിൽ ഇറക്കേണ്ട ഒരു പടം തന്നെയായിരുന്നു. ഫസ്റ്റ് പാർട്ടും ഇതേപോലെ വലിയ ഹൈപ്പൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒരു ഫാമിലി ഓറിയൻറ്റഡ് മൂവി എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് നല്ല കളക്ഷൻ കിട്ടിയ കേരളം മുഴുവൻ ആഘോഷിച്ചൊരു പടമാണ്. ഇതേപോലെ വേണമായിരുന്നു ശരിക്കും ഒടീനൊക്കെ ഇറക്കാൻ. ഇതേപോലെ ഒരു ഫാമിലി പടമാണ്, ഒരു ഫാമിലി ഡ്രാമയാണ്, ഒരുപാട് ഹൈപ്പൊന്നുമില്ല, ഒരു സാധാരണ കുഞ്ഞി പടമാണെന്നൊക്കെ പറഞ്ഞ് ഇറക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ പടമൊക്കെ ഹിറ്റായി പോയേനെ. പക്ഷേ ഇപ്രാവശ്യം ദൃശ്യം 3ൻ്റെ കൂടെ ക്ലാഷ് വരുന്നത് നമ്മുടെ വാഴ 2 ആണ്. പിള്ളേർ മറ്റേ ഹാഷർ പിള്ളേരും വന്ന് പൊളിക്കാൻ പോകുന്നൊരു പടം, അതും ഒരുപാട് പ്രതീക്ഷയുണ്ട്. ദെൻ ആട് 3 മാർച്ച്, ഈ ഏപ്രിൽ മുമ്പ് തന്നെ March 19 ആയിരിക്കും ആട് 3 ഇറങ്ങാം. സോ ആട് 3യും ഒരുപാട് പ്രതീക്ഷയുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്കിലൊക്കെ കുറേ ഈ ഒരു ഒരു പീരീഡ് സാധനങ്ങളൊക്കെ ഒരു പക്ഷേ ടൈം ട്രാവൽ അങ്ങനത്തെ ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെ വർക്കാവുന്നുള്ളതൊന്നും അറിയില്ല, നമുക്ക് കണ്ടു തന്നെ അറിയണം. എങ്കിലും ഒരുപാട് പ്രതീക്ഷയുള്ളൊരു പടമാണ്. ഒരു വലിയ സക്സസ് ആവട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. നമുക്ക് അധികം കോമഡി സിനിമകൾ കിട്ടാറില്ല. ഒരു പക്കാ ഫുൾ ഓൺ ഫുൾ കോമഡി എൻ്റർടൈനറാണ് ആ പടം, സ്റ്റാർട്ട് ടു എൻഡ്. ഫസ്റ്റ് 2 പടങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനത്തെ പടങ്ങൾ ഇപ്പോൾ വളരെ കുറവാണ് നമുക്ക് ഇറങ്ങുക. അങ്ങനത്തെ പടങ്ങൾ ലിറ്ററലി ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ ഈ മറ്റ് സിനിമകളിലൊക്കെ തന്നെ കോമഡി ഒരു ചെറിയ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ചിരിക്കാനുള്ള സാധനങ്ങൾ മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ. ഒരു ത്രൂ ഔട്ട് കോമഡി പടം നമുക്ക് ഒരുപാട് നാളായിട്ട് മിസ്സായിരിക്കുന്ന സാധനമാണ്. ആ സാധനമാണ് ഞാൻ ഈ ആട് 3യിൽ പ്രതീക്ഷിക്കുന്നത്. ദെൻ ഇതേപോലെ തന്നെ ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറഞ്ഞൊരു പടം വരുന്നുണ്ട്. അതിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ കുറച്ച് ഇമ്പ്രസീവാണ്. ദെൻ കത്തനാർ എന്ന് പറഞ്ഞൊരു പടം, അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ഒന്നും പിന്നെ വന്നില്ല. കഴിഞ്ഞ വർഷം എന്താ ഒരു ട്രെയിലർ വന്നിരുന്നു. പക്ഷേ ആ ജയസൂര്യയുടെ ആ ഒരു പടത്തിനെ പറ്റിയിട്ടുള്ള ഒരു അപ്ഡേറ്റും പിന്നീട് വന്നില്ല. ഈ വർഷം പ്രതീക്ഷിക്കുന്നു. ദെൻ വല എന്ന് പറഞ്ഞൊരു പടമുണ്ട്, നമ്മുടെ അരുൺ ചന്ദ് ഡയറക്ടർ ചെയ്യുന്നൊരു പടമാണ്, നമ്മുടെ ഗഗനചര്യയുടെ. അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ആ ഒരു പടം മൊത്തത്തിലൊരു ഹൈപ്പ് ഉണ്ട്. അതൊന്ന് തിയേറ്ററിൽ കാണണം എന്നുള്ളൊരു സ്റ്റഫ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരു സോംബി അപ്പോക്കലിപ്റ്റിക് മോഡിലുള്ള സാധനമാണ്. സോ ദെൻ നമ്മുടെ ജഗതി ചേട്ടൻ ഉൾപ്പെടെ അവരൊക്കെ തിരിച്ചു വരുന്നൊരു പടം. സോ അങ്ങനത്തെ ഒരു സൈബർ പങ്ക് സെറ്റപ്പിലുള്ളൊരു പടമാണ്. സോ കുറച്ച് പ്രതീക്ഷയുണ്ട്. ഒരു വെറൈറ്റി അപ്രോച്ച് ആയിരിക്കും പ്രതീക്ഷിക്കുന്നു. ദെൻ ലാലേട്ടനും തരുൺ മൂർത്തി ഒന്നിക്കുന്ന അടുത്ത പടം, അതും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഹൈപ്പുള്ളൊരു പടം. ദെൻ വേറെയും കുറേ പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഓക്കെ, നമുക്ക് കണ്ടു നോക്കാം. എനിക്കിങ്ങനെ ഒരു ടോപ്പ് ആൻറ്റിസിപ്പേറ്റഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് തോന്നാത്ത എന്നാലും വലിയ പടങ്ങളായിട്ട് പുറത്തിറങ്ങുന്ന കുറച്ച് സിനിമകളുണ്ട്. നമ്മുടെ പാട്രിയോട്ട്, പള്ളിച്ചട്ടമ്പി, കാട്ടാളൻ, ഖലീഫ, ടിക്കി ടാക്ക, ഐ ആം ഗെയിം എന്നൊക്കെ പറഞ്ഞ് കുറേ പടങ്ങളുണ്ട്. എല്ലാം നമ്മുടെ യങ് ആക്ടേഴ്സിൻ്റെ വലിയ വലിയ പടങ്ങളാണ്. സോ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് തന്നെ കണ്ടു തന്നെ അറിയാം. എല്ലാം ഈ അവസാനത്തേക്കൊക്കെയാണ്, ഒരുമാതിരി ഓണം, ഡിസംബർ ആ ഒരു ടൈമിലേക്കൊക്കെയാണ് കൂടുതലും റിലീസുകൾ. അതിപ്പോൾ മലയാളം കഴിഞ്ഞ് തമിഴിലേക്ക് പോയാൽ അവിടെ ഞാൻ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പടങ്ങളിൽ ഒന്നാണ് ജയിലർ 2. ഫസ്റ്റ് വൺ ഒരു ഗംഭീര ഹിറ്റായിരുന്നു. പക്ഷേ എനിക്ക് ഫസ്റ്റ് വൺ അതിൻ്റെ ഫാൻ ഷോ മിസ്സായി. ഞാൻ സെക്കൻഡ് ഷോ എന്നാണ് പടം കണ്ടത്. ഞാൻ എന്താ പറയുക, അതിന് മുമ്പ് പുറത്തിറങ്ങിയ മറ്റേ നെൽസൻ്റെ ബീസ്റ്റ് കാരണം ഇതൊരു മണ്ടപ്പടായിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ ഫാൻ ഷോയ്ക്ക് പോകാണ്ടിരുന്നത്. ഇറ്റ് വാസ് എ ഗ്രേറ്റ് മിസ്. ഞാൻ റിഗ്രറ്റ് ചെയ്യണം ഇപ്പോൾ സെക്കൻഡ് പാർട്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും മിസ്സാക്കില്ല. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കൺഫേം. ദെൻ സൂര്യ മറ്റേ ജിത്തു മാധവനും കൂടി ഒരു പടമുണ്ട്, ഒരു പക്ഷേ അടുത്ത വർഷത്തേക്ക് പുഷാവെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സൂര്യയുടെ വേറെ മറ്റേ കറുപ്പൊക്കെ ഇറക്കുന്നുണ്ട്. അതൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഈ ഒരു പടമാണ് കുറച്ചും കൂടി പ്രതീക്ഷയുള്ളത്. ദെൻ അരസൻ എന്ന് പറഞ്ഞൊരു പടമുണ്ട് തമിഴിൽ, നമ്മുടെ വെട്രിമാരൻ ഇറക്കുന്ന പടം. വെട്രിമാരനും ചിമ്പും കൂടിയുള്ള ഒരു പടം. അതിൻ്റെ ആ ഒരു ചെറിയ ഗ്ലിംസും ടീസറൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. ഇത് മറ്റേ നമ്മുടെ വടച്ചെന്നൈ യൂണിവേഴ്സിറ്റിയിൽ അടങ്ങുന്ന ഒരു പടമാണ്. സോ ഇതും കുറച്ച് പ്രതീക്ഷയുള്ളൊരു പടമാണ്. ദെൻ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കറുപ്പും ബെൻസും, ദെൻ സൂര്യയുടെ 2-3 പടങ്ങളൊക്കെ ഉണ്ട്. ദെൻ മറ്റേ ജനനായകൻ്റെ കാര്യമൊന്നും പറയണ്ട. വിജയ് പടം എന്നുള്ള രീതിയിൽ തിയേറ്ററിൽ തന്നെ കാണാനുള്ളൊരു സ്റ്റഫ്
ഒരു സാധനം അതിലുണ്ട്. പക്ഷേ അതൊന്നും ഈ പറഞ്ഞ ഒരു ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. ദെൻ തെലുങ്കിൽ നിന്നും കന്നഡയിൽ നിന്നും ഇപ്പോൾ ഹിന്ദിയിൽ നിന്നും അങ്ങനത്തെ അവർ ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോയാൽ അവിടെ നമുക്ക് ഡ്രാഗൺ എന്ന് പറഞ്ഞൊരു പടം വരുന്നുണ്ട്. നമ്മുടെ പ്രശാന്ത് നീലിൻ്റെ പടം. നമ്മുടെ ജൂനിയർ എൻടിആറിനെ വെച്ചിട്ടാണ് മൂപ്പര് ഈ സിനിമ ചെയ്യുന്നത്. ഇതിനെപ്പറ്റിയുള്ള ഒരുപാട് ഒഫീഷ്യൽ അപ്ഡേറ്റുകളൊന്നും അതുവരെ വന്നിട്ടില്ല. പക്ഷേ അവിടെ ചെറിയ ഗ്ലിംസ് സാധനങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. ദെൻ ടോക്സിക് ഉണ്ട് നമ്മുടെ യാഷിൻ്റെ ഏറ്റവും പുതിയ പടം. ഇതിൻ്റെ ഒരു ട്രെയിലർ കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിരുന്നു. കുറേ ചർച്ച ചെയ്തൊരു സാധനമാണ് പലരും. KGF ഒക്കെ കഴിഞ്ഞിട്ട് യാഷ് ചെയ്യുന്നൊരു പടം എന്നുള്ള രീതിയിൽ കുറച്ച് പ്രതീക്ഷയുണ്ട്. ടോക്സിക് ഓൾറെഡി കണ്ടു. നമ്മൾ ബാഹുബലി പോലെ ഒരു പടം പ്രഭാസ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ മൂപ്പരെടുത്ത പടങ്ങളുടെ സെലക്ഷൻ മുഴുവൻ നമ്മൾ കണ്ടതാണ്. വൻ ഫ്ലോപ്പ് സാധനമായിരുന്നു. അവർ കൽക്കി മാത്രമാണ് ആകെ കുഴപ്പമില്ലാത്തൊരു ഐറ്റം ഉണ്ടായിരുന്നത്. സോ അതുപോലെ ആവരുതേ യാഷിൻ്റെ കരിയർ എന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് ടോക്സിക് ഈ പറഞ്ഞ പോലെ ഈ ആടിൻ്റെ കൂടെയാണ് ഇറങ്ങുന്നത്. നമ്മുടെ ആട് 3യും ടോക്സിക്കും. then അതേ ദിവസം തന്നെയാണ് നമ്മുടെ ദുരന്തർ ഇറങ്ങുന്നത്. ദുരന്തറിൻ്റെ സെക്കൻഡ് പാർട്ട്. ഫസ്റ്റ് വൺ വാസ് എ ഹ്യൂജ്. ഇനീഷ്യലി അതിന് ഭയങ്കര നെഗറ്റീവ് റിപ്പോർട്ടായിരുന്നു ഈ ഒരു പടത്തിന്. ഞാനൊക്കെ കാണുമ്പോൾ തിയേറ്ററിലൊരു മനുഷ്യരില്ല. പിന്നെ അങ്ങോട്ട് ഇവിടെ നോർമലി ഓടുന്ന തിയേറ്റർ അടക്കം പക്ക പാക്ഡ് ആയിട്ടാണ് ഈ ഒരു പടം ഓടിയത് കുറേ കാലം. ഐ തിങ്ക് സ്റ്റിൽ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങുന്നത് വരെ ഈ ഒരു പടം ഓടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ഗ്യാപ്പുള്ളൂ. അതിൻ്റെ അവരുടെ ആ ഒരു വിഷനും അടിപൊളിയായിരുന്നു. കറക്റ്റ് 6 മാസം അങ്ങനത്തെ ഒരു ഗ്യാപ്പ് കറക്റ്റായിട്ട് ഇതിപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് വന്നു. ഒരു മാസത്തിനുള്ളിൽ അടുത്ത സെക്കൻഡ് പാർട്ട് വരുമെന്ന് പറയുമ്പോൾ ഈ പടത്തിന് ഉണ്ടാകുന്ന ഹൈപ്പ് ചെറുതൊന്നുമല്ല. ഓൾറെഡി 1000 കോടിക്ക് മുകളിൽ ഫസ്റ്റ് പാർട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ട് അതിന് മുകളിൽ അടിക്കുന്നുള്ളത് തീർച്ചയാണ്. ദെൻ രാമായണം എന്ന് പറഞ്ഞൊരു പടം വരുന്നുണ്ട്. ലെജൻഡറി മ്യൂസിക് ഡയറക്ടേഴ്സായ നമ്മുടെ സ്വന്തം AR റഹ്മാനും ഹാൻസ് സിമ്മറും കൂടി ഒന്നിക്കുന്നൊരു പടമാണ്. ഇതാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത, അല്ലെങ്കിൽ ഒരു ഹൈപ്പ് ബൂസ്റ്റർ എന്ന് പറയാം. കാരണം അങ്ങനത്തെ ഒരു കൊളാബ് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അത് ഈ പടത്തിൽ സംഭവിക്കുന്നുണ്ട്. ദെൻ ഈ പറഞ്ഞ പോലെ യാഷാണ് ഇതിൽ രാവണനായിട്ട് വരുന്നത്. ദെൻ രൺബീർ കപൂറും നമ്മുടെ സായ് പല്ലവിയൊക്കെയാണ് സീതരാമനൊക്കെ ആയിട്ട് വരുന്നത്. സോ നമ്മൾ ഓൾറെഡി നമ്മുടെ ആദിപുരുഷ് കണ്ട ഒരു അൽക്കുലത്ത് പടം നമ്മൾ കണ്ടു. അതുപോലെ ആവരുതെന്നും പ്രതീക്ഷിക്കാം. ഈ സിനിമയോട് ചെറിയ ഗ്ലിംസ് അല്ലെങ്കിൽ ആ ഒരു ടൈറ്റിൽ റിവീലിംഗ് സാധനം അടിപൊളിയായിരുന്നു. സോ പടം എങ്ങനെ ഉണ്ടാകുന്നുള്ളൊരു 2 പാർട്ട് മൂവിയാണ്. ഫസ്റ്റ് പാർട്ട് ഈ കൊല്ലം, അടുത്ത പാർട്ട് അടുത്ത കൊല്ലമായിരിക്കും ഇറങ്ങുക. സോ ഇതൊരു IMAX ഓറിയൻറ്റഡ് അല്ലെങ്കിൽ IMAX സ്പെസിഫിക് ആയിട്ടുള്ള പടം കൂടിയാണ്. IMAX കാണണമെന്ന് ആഗ്രഹിക്കുന്നൊരു പടം കൂടിയാണ് ഈ വർഷത്തെ. സോ ഇത്രയാണ് ഇന്ത്യൻ സിനിമകൾ. എനിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഇതല്ലാതെയും കുറേ സാധനങ്ങളുണ്ട്, ഒരുപാടെണ്ണം ഉണ്ട്. പക്ഷേ ഞാൻ എല്ലാം അങ്ങനെ വലിച്ചു വരിടുന്നില്ല. എനിക്കൊരു കുറച്ച് പ്രതീക്ഷയുള്ള ഒരു തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹമുള്ള, ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന കുറച്ച് പടങ്ങളാണ് ഈ പറഞ്ഞത്. ഇനിയിപ്പോൾ നോൺ ഇന്ത്യൻ സിനിമകളിലേക്ക് പോയാൽ വി ഗെറ്റ് അവഞ്ചേഴ്സ്, ഡൂംസ്ഡേ ദിസ് ഇയർ ആൻഡ് സീക്രട്ട് വാർസ് ഇൻ ദ നെക്സ്റ്റ് ഇയർ. സോ ഡൂംസ്ഡേ ഓൾറെഡി ഐ തിങ്ക് മെയ്യിൽ എന്തായിരുന്നു ഇതിൻ്റെ റിലീസ് ഡേറ്റ് പുഷ് ചെയ്ത് ഡിസംബറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതെന്തോ ആവട്ടെ, എത്ര ടൈം എടുത്താലും കുഴപ്പമില്ല. റൂസോ ബ്രദേഴ്സ് എന്താണോ ഇൻഫിനിറ്റി വാറിലും എൻഡ് ഗെയിമിലും പണി വെച്ചത് അതിൻ്റെ അപ്പുറത്ത് പണണം, എന്നാൽ മാത്രമേ ഈ സിനിമ വർക്കാവുള്ളൂ. കാരണം അമ്മ ഒരു കാസ്റ്റാണ്. ഐ തിങ്ക് ഹോളിവുഡിലെ ഏറ്റവും വലിയ കാസ്റ്റുള്ള ഒരു പടം കൂടിയായിരിക്കും. നമ്മളിപ്പോൾ എൻഡ് ഗെയിമിൽ കണ്ടു, അതിൻ്റെ അപ്പുറത്തുള്ള സാധനങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഡൂംസ്ഡേയിൽ മാത്രമായിരിക്കില്ല, ചിലപ്പോൾ സീക്രട്ട് വാർസും കൂടി കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ഈ ഒരു കാസ്റ്റ് മുഴുവനായിട്ട് ഒരു പക്ഷേ ഒരു റിവീൽ ചെയ്ത് കാണിച്ചിട്ടുണ്ടാവുക. ഈ സാധനം ഡൂംസ്ഡേനെ കുറിച്ച് പറയാനാണെങ്കിൽ അതിനെപ്പറ്റി തന്നെ കുറേ പറയാൻ അതുകൊണ്ട് അധികം ഞാൻ പറയുന്നില്ല. ഒരുപാട് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നൊരു പടമാണ്. ഇതിൻ്റെ ഓൾറെഡി കുറേ ടീസർ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നില്ല. മറ്റേ ആ ഒരു 4 ടീസറൊക്കെ ഇറങ്ങിയ സമയത്ത് ഒരുപാട് സാധനങ്ങൾ പറയാനുണ്ട്, ഒരുപാട് പ്രതീക്ഷയുണ്ട് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയെ പറ്റി. കാരണം എൻഡ് ഗെയിം കഴിഞ്ഞിട്ട് ഈ ഒരു ഫ്രാഞ്ചൈസ് തന്നെ നിർത്തിയ കുറേ പേരുണ്ട്. അവരൊക്കെ കൂടി ഞാനിപ്പോൾ പലപ്പോഴും ഈ ചിലപ്പോൾ ഇടയ്ക്ക് ഇൻസ്റ്റയിലേക്ക് കുറേ ഇങ്ങനെ റീൽ കിട്ടുമ്പോൾ ഞാൻ അവർക്ക് ഇങ്ങനെ റീഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം അവരെ കൊണ്ട് പിന്നെ എനിക്ക് അതേ തിയേറ്ററിലേക്ക് ഇന്ന് കൊണ്ടുപോകാൻ പറ്റുന്നൊരു പടമാണ് ഈ പറയുന്ന ഡൂംസ്ഡേയും മറ്റേ ഈ സീക്രട്ട് വാർസൊക്കെ. സോ എൻഡ് ഗെയിമിൽ നമ്മുടെ കൂടെ ആരൊക്കെ കണ്ടു, അത് കഴിഞ്ഞ് നമ്മൾ മിസ്സായവരൊക്കെ തന്നെ നമുക്ക് ആ ഒരു പടത്തിൽ കാണണം. അതൊക്കെ. സോ പിന്നെ ഒഡീസി ഇറങ്ങുന്നുണ്ട് നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ പടം. ഇതും ഒരുപാട് പ്രതീക്ഷയുള്ള IMAX ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പടം, കംപ്ലീറ്റ്ലി IMAXിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള പടമാണ്. ഇതിൻ്റെ ഓൾറെഡി ഒരു കുഞ്ഞ് ട്രെയിലറൊക്കെ ഇറങ്ങിയിരുന്നു. അത് ഒരുപാട് സാധനങ്ങൾ അതിൽ റിവീൽ ചെയ്തിട്ടില്ലെങ്കിൽ ദിസ് മൂവി ഈസ് ഗോൺ ബി എപ്പിക് എന്നുള്ളത് തീർച്ചയാണ്. ദെൻ റെസിഡൻറ്റ് ഈവിളിൻ്റെ ഏറ്റവും പുതിയ പടം പുറത്തിറങ്ങുന്നുണ്ട്. ഓൾറെഡി ഒരുപാട് സിനിമകൾ റെസിഡൻറ്റ് ഈവിൾ ഫ്രാഞ്ചൈസിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നു. പക്ഷേ ഈ പുതിയ പടം നമ്മുടെ ബാർബേറിയൻ്റെ വെപ്പൻ്റെയൊക്കെ ഡയറക്ടറായ സാക് റീഗറാണ് ഡയറക്ടർ ചെയ്യുന്നത്. ഈ സിനിമ അതുകൊണ്ട് തന്നെ കുറച്ച് പ്രതീക്ഷയുണ്ട്. ഒരു വെറൈറ്റി അപ്രോച്ച് ആയിരിക്കും റെസിഡൻറ്റ് ഈവിൾ ഫ്രാഞ്ചൈസിൽ നിന്ന് പ്രതീക്ഷിക്കാം. ദെൻ ഡെത്ത് ഓഫ് റോബിൻ ഹുഡ് എന്ന് പറഞ്ഞൊരു A24 പടം വരുന്നുണ്ട്. ഇതൊരു നോർമൽ റോബിൻ ഹുഡ് മൂവി ആയിരുന്നെങ്കിൽ എനിക്ക് ഈ ലിസ്റ്റിൽ വരില്ലായിരുന്നു. പക്ഷേ ഇതൊരു A24 മൂവിയാണ്. A24 ഇങ്ങനെ ഒരു റോബിൻ ഹുഡ് പടത്തിനെടുത്തിട്ട്, അല്ലെങ്കിൽ ആ മൂപ്പരുടെ ഡെത്ത് ഓഫ് റോബിൻ ഹുഡ് തന്നെയാണ് പേര്. സോ എന്തായിരിക്കും എന്നുള്ളത് കാണാൻ ഒരു ആകാംക്ഷയുണ്ട്. ദെൻ മമ്മി ഫ്രാഞ്ചൈസിൽ നിന്ന് ഏറ്റവും പുതിയ മമ്മി പടം പുറത്തിറങ്ങുന്നുണ്ട്. നമ്മൾ ലീ ക്രോണിനാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. ഓൾറെഡി നമ്മുടെ കഴിഞ്ഞ വർഷം ഈവിൾ ഡെഡ് റൈസോ ആണ് ഈ ഏതൊരു പുതിയ ഈവിൾ ഡെഡ് പടം എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഡയറക്ടറാണ്. നല്ല ഗംഭീര വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. സൗണ്ട് ഡിസൈനും എല്ലാം കൂടി കൂട്ടിയിട്ട് ഈവിൾ ഡെഡ്. അതേപോലെ
സ്ഥിരം കാണുന്ന ആ ഒരു കണസ മമ്മി പടം അല്ലാണ്ട് ഒരു വെറൈറ്റി മമ്മി പടാവെന്ന് പ്രതീക്ഷിക്കാം. ദെൻ ഇതേപോലെ തന്നെ ഈവിൾ ഡെഡ് ഫ്രാഞ്ചൈസിലെ ഈവിൾ ഡെഡ് ബേണും കൂടി ഈ വർഷം പുറത്തിറങ്ങുന്നുണ്ട്. ദെൻ പീക്കി ബ്ലൈൻഡേഴ്സിൻ്റെ ദി ഇമ്മോർട്ടൽ മാൻ എന്ന് പറഞ്ഞ പടവും ഈ വർഷമാണ് പുറത്തിറങ്ങുന്നത്. ഇത് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നു, പക്ഷേ ഇവിടെ വലിയ വൈഡ് റിലീസ് ഒന്നും ഉണ്ടാവില്ല. ഒരു പക്ഷേ നെറ്റ്ഫ്ലിക്സിൽ ഡയറക്റ്റായിട്ട് ഈ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. സോ പീക്കി ബ്ലൈൻഡേഴ്സ് ആ ഒരു സീരീസ് കഴിഞ്ഞിട്ടുള്ളൊരു കഥയാണ് നമുക്കിതിൽ കാണിച്ചു തരാം. ആൻഡ് ഈ പടം അടുത്ത മാസം തന്നെ മാർച്ചിൽ പുറത്തിറങ്ങുന്നുണ്ട്. ദെൻ ഹങ്കർ ഗെയിംസിൻ്റെ ഏറ്റവും പുതിയ പടം സൺറൈസ് ഓൺ ദ റീപ്പിംഗ് എന്ന് പറഞ്ഞ പടം ഈ വർഷം തന്നെയാണ് പുറത്തിറങ്ങുന്നത്. ദെൻ റിമെയിൻ എന്ന് പറഞ്ഞൊരു പടം വരുന്നുണ്ട് ഒക്ടോബർ 23 ഈ സിനിമയുടെ എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ നിരത്തി വയ്ക്കാം. ഒന്ന്, ഇതൊരു സൂപ്പർ നാച്ചുറൽ റൊമാൻറ്റിക് മൂവിയാണ്. രണ്ട്, ഇതിൽ സ്റ്റാർ ചെയ്തിട്ടുള്ളത് ജയ്ക്ക് ഗിലിഹാലാണ്. ജയ്ക്ക് ഗിലിഹാലിൻ്റെ ഒരു പടങ്ങളുടെ അറിയാലോ നമുക്ക്, മൂപ്പര് എടുക്കുന്നത് ഓരോന്ന് യുണീക്ക് ആയിട്ടുള്ള, ഇതുവരെ മൂപ്പര് കരിയറിൽ ചെയ്തിട്ടില്ലാത്ത എന്നാൽ കിഡിലിനായിട്ടുള്ള പടങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ വേറൊന്ന്, ഈ പടം സംവിധാനം ചെയ്യുന്നത് എം നൈറ്റ് ശ്യാമളനാണ്. സോ ഇമ്മാരി ഒരു കോംബോ വരുന്ന സമയത്ത് ദിസ് ഈസ് ഗോണ ബി എ ഹ്യൂജ് മൂവി. റിമെയിൻ ഒക്ടോബർ 23 പുറത്തിറങ്ങാം. ദെൻ നാർണിയുടെ ഏറ്റവും പുതിയ പടം ദ മജീഷ്യൻസ് നെഫ്യൂ എന്ന് പറഞ്ഞൊരു പടം പുറത്തിറങ്ങുന്നുണ്ട്. നാർണിയ ഫ്രാഞ്ചൈസിലെ ഒരു പക്ഷേ ഐ തിങ്ക് 4ാമത്തെ പടമാണ്. 3 നമ്മൾ പണ്ട് ഈ 90s കിഡ്സിനൊക്കെ നൊസ്റ്റാളജിക് മൂവീസ് ആയിരിക്കും, നമ്മളിപ്പോൾ ചെറുപ്പത്തിൽ കണ്ടതാണ്. സോ ഗ്രെറ്റ ഗർവിങ് ആണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. ഡിസംബറിൽ ആണ് ഈ സിനിമ പുറത്തിറങ്ങുന്നത്, നമ്മുടെ ക്രിസ്മസ് റിലീസായിട്ട് ഡിസംബർ 25. ദെൻ വെയർ വുൾഫ് എന്ന് പറഞ്ഞൊരു പടം നമ്മുടെ റോബർട്ട് ഡഗ്ലസ് സംവിധാനം ചെയ്യുന്ന സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. ദെൻ റെഡി ഓർ നോട്ടിൻ്റെ സെക്കൻഡ് പാർട്ട് ഹിയർ ഐ കം, നമ്മുടെ സമാര വീവിംഗ് ഒക്കെ പൊളിച്ച പടമാണ്. ഫസ്റ്റ് പടം ഗംഭീരമായിരുന്നു, കിഡില, ഒരു പ്രോപ്പർ ത്രില്ലറായിരുന്നു, നല്ലൊരു സ്റ്റോറി ലൈൻ ഉണ്ടായിരുന്നു. പക്ഷേ അതോടെ കഴിഞ്ഞു. ഇത് സെക്കൻഡ് പാർട്ടിൽ ഇവർ എന്താ കാണിക്കാൻ പോകണമെന്ന് അറിയില്ല. ഓൾറെഡി ട്രെയിലറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ എങ്ങനെ ആ ഒരു ക്യാരക്ടേഴ്സ് അവിടേക്ക് എത്തും എന്നതൊക്കെ അറിയാനൊരു ആകാംക്ഷയുണ്ട്. ദെൻ ടോയ് സ്റ്റോറി ഫ്രാഞ്ചൈസിലെ 5ാമത്തെ പടം ടോയ് സ്റ്റോറി 5 ജൂൺ 19 പുറത്തിറങ്ങുന്നുണ്ട്. ഇതേപോലെ തന്നെ ആനിമേറ്റഡ് മൂവിയായ സൂപ്പർ മാരിയോ ഗാലക്സി ഏപ്രിൽ 3 സൂപ്പർ മാരിയോ ടോയ് സ്റ്റോറി പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഡിസ്നി പിക്സാറിൻ്റെ ഒരു എന്താ പറയുക ഓൾ ടൈം ബെസ്റ്റ് സാധനങ്ങളാണ്. 5ാമത്തെ പാട്ടും കിടിലായിരിക്കും. ദെൻ ഈ പറഞ്ഞ പോലെ ഈ സൂപ്പർ മാരിയോ അതൊരു സർപ്രൈസ് ഹിറ്റായിരുന്നു. ഞാൻ ആ പടം അത്രയ്ക്ക് എത്രയോ ബില്യൺ എന്തോ അടിച്ചില്ലേ ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത്, അത്രയും അടി വിചാരിച്ചില്ല. ഒരു നൊസ്റ്റാളജിക് സാധനം അതിനെ ഒരു റീക്രിയേറ്റ് ചെയ്തു, നല്ലൊരു പടം, ഓക്കെ. പക്ഷേ ഇത്രയും വലിയ റിസപ്ഷൻ ആ പടത്തിന് ഒട്ടും കിട്ടുമെന്ന് വിചാരിച്ചില്ല. സെക്കൻഡ് പാർട്ട് അതേപോലെ തന്നെ അവർ പ്രതീക്ഷിച്ചിട്ടാണ് ഇറക്കുന്നത്, സൂപ്പർ മാരിയോ ഗാലക്സി. ദെൻ മൈക്കിൾ എന്ന് പറഞ്ഞ പടം പുറത്തിറങ്ങുന്നുണ്ട്, നമ്മുടെ മൈക്കിൾ ജാക്സന്റെ ബയോപിക്. മൂപ്പർ തന്നെ നെഫ്യൂ ആയ ജാഫർ ജാക്സൺ ആണ് മൈക്കിൾ ജാക്സണായിട്ട് ഈ പടത്തിൽ വരുന്നത്. ദെൻ പ്രൊജക്ട് ഹെയിൽ മേരി എന്ന് പറഞ്ഞൊരു പടം വരുന്നുണ്ട്, നമ്മുടെ റയാൻ ഗൂസ്ലിൻ്റെ ഏറ്റവും പുതിയ പടം. ഈ പടം അടുത്ത മാസം തന്നെ മാർച്ച് 20 പുറത്തിറങ്ങുന്നുണ്ട്. ദെൻ സ്റ്റീഫൻ സ്പിൽബർഗിൻ്റെ ഡിസ്ക്ലോഷർ ഡേ എന്ന് പറഞ്ഞൊരു പടം ഈ വർഷം തന്നെയാണ് പുറത്തിറങ്ങുന്നത്, ജൂൺ 12. എമിലി ബ്ലണ്ടാണ് ഇതിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത്. ഇതിന് ഓൾറെഡി ട്രെയിലറൊക്കെ ഓൾറെഡി പുറത്തിറങ്ങിയിരുന്നു. ദെൻ സ്ട്രീറ്റ് ഫൈറ്ററിൻ്റെ ലൈവ് ആക്ഷൻ പടം നമുക്കിതിൽ കിട്ടാറുണ്ട്. ഓൾറെഡി ഒരു വലിയ ഗെയിം ഫ്രാഞ്ചൈസ് ആണ്. നമുക്കിതുപോലെ വിദ്യുത് ജമാലൊക്കെ ഉണ്ട്. സോ ഒരു പ്രോപ്പർ നമ്മൾ മോർട്ടൽ കോമ്പാക്ട് കണ്ട പോലെ തന്നെ നല്ലൊരു ആക്ഷൻ ബാക്ക്ഡ് ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കാം സ്ട്രീറ്റ് ഫൈറ്റർ. അതിന് കൂടെ തന്നെ മോർട്ടൽ കോമ്പാക്റ്റിൻ്റെ സെക്കൻഡ് പാർട്ടും പുറത്തിറങ്ങുന്നുണ്ട് ഈ വർഷം തന്നെ. ദെൻ സൂപ്പർ ഗേൾ ഇറക്കുന്നുണ്ട്. നമ്മുടെ സൂപ്പർമാനിൽ ഓൾറെഡി നമ്മൾ മില്ലി ആൽക്കൊക്കെ ആ ഒരു ക്യാരക്ടർ നമ്മൾ കണ്ടു, ആളുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പടം. ആൻഡ് ഈ സിനിമയിൽ നമ്മുടെ ജെയ്സൺ മാമോ ലോബോ ആയിട്ട് വരുന്നുണ്ട്. അതാണ് ഈ സിനിമയിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ടായിരിക്കും ഇവരിങ്ങനെ ത്രൂ ഔട്ട് കൊണ്ടുപോകാൻ പോവുക. സോ ഒരു മെയിൻ വില്ലൻ ക്യാരക്ടറിനും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നൊരു പടം കൂടി ആയിരിക്കും സൂപ്പർ ഗേൾ. ദെൻ ഗോഡ്സില്ല -1 എന്നൊരു പടം വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷമല്ല അതിന് മുമ്പത്തെ വർഷം, നമ്മുടെ ജപ്പാനിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു ലോ ബഡ്ജറ്റ് അതിന് അടിച്ച് കയറിയ സാധനം. ആ സാധനത്തിൻ്റെ സെക്കൻഡ് പാർട്ട് ഗോഡ്സില്ല -0 എന്നും കൂടി പുറത്തിറങ്ങുന്നുണ്ട്. അത് ഒരു മറ്റേ ഈ നെഗറ്റീവ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലും ഉണ്ടായിരുന്നു, കളറിലും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ആയിരിക്കും ഈ ഒരു പടം. സോ ഇത് കുറച്ച് പ്രതീക്ഷയുണ്ട് ഗോഡ്സില്ല -0. ദെൻ നമ്മുടെ ക്രിസ്ത്യൻ ബെയിലിൻ്റെ മൂപ്പര് ഫ്രാങ്കൻസ്റ്റൈനായിട്ട് വരുന്ന ബ്രൈഡ് എന്ന് പറഞ്ഞ പടം ഈ വർഷം തന്നെയാണ് പുറത്തിറങ്ങുന്നത്. ദെൻ ടോം ക്രൂസിൻ്റെ ഡിഗ്ഗർ എന്ന് പറഞ്ഞ ഒരു പടം ഈ വർഷമാണ് പുറത്തിറങ്ങുന്നത്, നമ്മുടെ റെവനൻ്റിൻ്റെ ഡയറക്ടറാണ്. ദെൻ സ്റ്റാർ വാർസ് ഫ്രാഞ്ചൈസിൽ നിന്നും മാൻഡലോറിയൻ ആൻഡ് ഗ്രോഗ് എന്ന് പറഞ്ഞൊരു പടം പുറത്തിറങ്ങുന്നുണ്ട്. നമ്മൾ ഓൾറെഡി നമ്മുടെ സീരീസ് നമുക്ക് ഓൾറെഡി അറിയാലോ മാൻഡലോറിയൻ. അത് നമ്മൾ ഈ ഒരു ക്യാരക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്, സ്റ്റാർ വാർസിൻ്റെയാണ്. ഇത് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് കണ്ടുവെക്കുക. നമ്മൾ സ്ഥിരം കാണുന്ന ഒരു സ്റ്റാർ വാർസ് സാധനമല്ല, ഒരു വെറൈറ്റി ടേക്കാണ്. ജോൺ ഫേവറുമാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്, നമ്മുടെ അയൺമാൻ്റെ ഡ്രൈവർ, മൂപ്പരുടെ കൂടെയുള്ള അസിസ്റ്റൻറ്റ്. സോ ഈ ഒരു പടം കുറേ പ്രതീക്ഷയുണ്ട്. ആൻഡ് അവരെ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരു TV സീരീസാണ്, ഡിസ്നി അതിനു വേണ്ടി ഹോട്ട്സ്റ്റാറിന് വേണ്ടി മാത്രം ഇറക്കിയൊരു സാധനമായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഐ തിങ്ക് 3rd സീസണോ 4th സീസണോ എന്തോ വരാനിരിക്കുന്ന സമയത്ത് അവരതിനെ കൺവേർട്ട് ചെയ്ത് ഇതുപോലെ സിനിമയാക്കി മാറ്റാനുള്ള പ്രൊഡക്ഷനിലേക്ക് വന്നിരുന്നു. സോ ഒരു പ്രോപ്പർ മാൻഡലോറിയൻ ആൻഡ് ഗ്രോഗിൻ്റെ മൂവി നമുക്ക് ബിഗ് സ്ക്രീനിൽ ഈ വർഷം കാണാം. ഇതേപോലെ തന്നെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ഈ വർഷമാണ് പുറത്തിറങ്ങുന്നത്, പുതിയൊരു ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ പടം. ഐ തിങ്ക് ഒരു പുതിയ ട്രയോളജിയുടെ ഒരു ഫസ്റ്റ് പാർട്ടാണെന്നുള്ള രീതിയിലേക്കാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അതെന്തോ ആയിക്കോട്ടെ, പക്ഷേ അവഞ്ചേഴ്സ് ഡൂംസ്ഡേക്ക് മുമ്പ് ഇറങ്ങുന്ന ഒരു സ്പൈഡർമാൻ മൂവി കൂടിയാണ് ഇത്. ഓൾറെഡി നമുക്ക് ഐ തിങ്ക് ജൂലൈ 31 പുറത്തിറങ്ങുന്നുണ്ട് ഈ ഒരു പടം. സോ ഇത് ഈ പറയുന്ന ഡൂംസ്ഡേ ആയിട്ട് വലിയൊരു ടൈപ്പ് ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. സോ ഒരുപാട് പ്രതീക്ഷയുള്ള മറ്റൊരു പടം കൂടിയാണ് ഈ പറയുന്ന സ്പൈഡർമാൻ
ബ്രാൻഡ് ന്യൂയുടെ. ദെൻ ഇതുപോലെ തന്നെ ഡ്യൂൺ 3യും ഈ വർഷമാണ് പുറത്തിറങ്ങുന്നത്. സോ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര പടങ്ങളാണ് ഞാനീ പറഞ്ഞ ഈ ലിസ്റ്റിൽ തന്നെ പെട്ടെന്ന് എണ്ണി പറയാൻ. ഇപ്പോൾ ഈ അവഞ്ചേഴ്സിന് ഡൂംസ്ഡേ ഉണ്ട്, സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ഉണ്ട്, നമ്മുടെ ഒഡീസി ഉണ്ട്, ക്രിസ്റ്റഫർ നോളൻ പടം, ഡ്യൂൺ 3 ഉണ്ട്. ഇങ്ങനെ എണ്ണി പറയാൻ ഒരുപാടെണ്ണം ഉണ്ട്. ഇതിപ്പോൾ ഈ സ്റ്റീഫൻ സ്പിൽബർഗിൻ്റെ പടം ഉണ്ട്, നമ്മുടെ അങ്ങനെ ഇല്ലാത്ത ഒന്നുമില്ല. ഈ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ അത് ജസ്റ്റ് ഒരു നോർമൽ സ്പൈഡർമാൻ മൂവി അല്ല. അതിൽ നമ്മുടെ പണിഷർ വരും, ഡെയർ ഡബിൾ വരും. ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഐക്കോണിക് സാധനമൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം തന്നെ ഉൾപ്പെടുന്ന ഒരു പടം കൂടിയായിരിക്കും. ഇങ്ങനെ എണ്ണി പറയാൻ പറ്റുന്ന ഒരുപാട് ഗംഭീര വലിയ പടങ്ങൾ ഇറങ്ങുന്ന ഒരു വർഷം കൂടിയാണ് ഈ പറയുന്ന 2026. സോ ഈ പറഞ്ഞവയിൽ നിങ്ങളേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ഇതെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇതെല്ലാം തന്നെ ഞാൻ തിയേറ്ററിൽ ഫസ്റ്റ് ഷോ കാണുന്നുള്ളൊരു പടമാണ്, എനിക്ക് ആഗ്രഹമുള്ളൊരു പടമാണ്. ഇതേപോലെ തന്നെ സീരീസുകൾ ഒരുപാട് ഇറങ്ങുന്ന ഒരു വർഷം കൂടിയാണ്. ഓൾറെഡി നമുക്ക് പിറ്റിൻ്റെ സെക്കൻഡ് സീസണൊക്കെ ഇറങ്ങി കഴിഞ്ഞു. ഇതേപോലെ നമുക്ക് ഓൾറെഡി നൈറ്റ് ഓഫ് ദി 7 കിങ്ഡം, ഞാൻ സത്യം പറഞ്ഞാൽ അതിന് ഇത്ര റിസപ്ഷൻ കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഓൾറെഡി ആ ബുക്ക് വായിച്ചിട്ടുണ്ട്, എനിക്കറിയാം ഇതിൻ്റെ ആ ഒരു പ്ലോട്ട് എങ്ങനെയായിരിക്കും. ഇങ്ങനെ ഒരു വലിയ വാർ സാധനങ്ങളൊന്നുമില്ല, വലിയൊരു കിങ്ഡം ബേസ്ഡ് സാധനങ്ങളൊന്നും അല്ല, വലിയ റൈവലറി ഒന്നുമില്ല, ജസ്റ്റ് ഡങ്കിൻ്റെ എഗ്ഗിൻ്റെ അവർ ഡങ്ക് അണ്ടിൻ്റെ ടോളെന്ന് പറയുന്നു. തന്നെ മറ്റേ നമ്മുടെ ഈഗോൺ ടാർഗേറിയൻ്റെ കൂടി ഒരു ജേണിയാണ് അവരിങ്ങനെ നടത്തുന്ന സാധനങ്ങളാണ്. പക്ഷെ അതിന് ഇത്ര വലിയ റിസപ്ഷൻ കിട്ടുന്നു സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചില്ല. അതിന് ഇത്ര റിസപ്ഷൻ കിട്ടുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് റിട്ടേണിങ് സീരീസുകളും ഒരുപാട് പുതിയ സീരീസുകളൊക്കെ പുറത്തിറങ്ങുന്ന ഒരു വർഷം കൂടിയാണ്. സോ അതിനെപ്പറ്റി സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീഡിയോയിൽ ചെയ്യാം. സോ ഈ പറഞ്ഞ ലിസ്റ്റിൽ നിങ്ങളേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ഏത്, 2026 സിനിമ ഏതെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.